ജോയൽ മാത്യു. തോട്ടത്തിൽ സേവ്യർ ജാൻസി ദമ്പതികളുടെ മകൾ ടെസ മരിയ സേവ്യറിനെ തിരുസഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ഈശോയുടെ നാമത്തിൽ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ടെസ മരിയ സേവ്യർ, മാടയ്ക്കൽ മാത്യു ദിവ്യ ദമ്പതികളുടെ മകൻ ജോയൽ മാത്യുവിനെ തിരുസഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ഈശോയുടെ നാമത്തിൽ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? ടെസ, നിനക്ക് സമ്മതമാണോ അല്ലേ? എനിക്ക് സമ്മതമല്ല. എന്റെ കർത്താവേ, കൊച്ചെന്നാക്കി പറയണേ. ടിക്കി മോളെ, നീ എന്നാ ഈ പറയണ? സമ്മതമല്ലെന്നോ? അതെ, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. എനിക്ക് ആടത്തിന് ഇഷ്ടം. പുറത്ത് കളിക്കാൻ പോകത്തന്നെ? എന്നോടാണോ ചോദിച്ചേ? അത് നിന്നോട് തന്നെയാ. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ? അത് എനിക്ക് പുറത്തു പോയി കളിക്കാൻ കൂട്ടൊന്നുമില്ല, അതാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന. കൂട്ടില്ലാത്ത പ്രശ്നം? എങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ഞാൻ ടെസ. നിന്റെ പേരെന്നാ? ആഡം. ആഡം ജോൺ. ആഡം, നൈസ് നെയിം. ആഡം ഇതിനു മുമ്പ് എന്നെ അച്ചു എന്ന് വിളിച്ചോ? എന്നെ ഇഷ്ടമുള്ളവർ അങ്ങനെ വിളിക്കാറ്. ആഡം, അച്ചു, കൊള്ളാം. എന്നെ വീട്ടില് ടിക്കിന്നാ വിളിക്കാറ്. ടിക്കി? അത് വെറൈറ്റി ആണല്ലോ. അതെന്നെ അങ്ങനെ വിളിക്കണേ? എനിക്കറിയില്ല, പപ്പയാ പേരിട്ട. അല്ല, ഇതിനു മുമ്പ് ഞാൻ എന്താ ചോദിക്കുമല്ലായിരുന്നു നിന്നോട്? ആ കിട്ടി. നീ ഇതിനു സ്കൂളിൽ പഠിച്ച? ജെയിംസ് ബെറി എലമെന്ററി. ബെറിയോ? അതെവിടെയാ? ഹ്യൂസ്റ്റൺ. ഓ, അപ്പൊ നീ ഇവിടെ നിന്നുള്ളതല്ലേ? ഇപ്പൊ എന്താ നാട്ടിൽ വന്ന? അതെന്താ നാട്ടിൽ വന്ന ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല അച്ചു ഞാൻ ഉദ്ദേശിച്ച. ഞാൻ ചുമ്മാ പറഞ്ഞ. അത് എനിക്ക് അറിയത്തില്ല. പപ്പ പറഞ്ഞ് ഇനി നാട്ടിലായിരിക്കും നിക്കണേന്ന്. അതല്ലേ? വേറെ എന്നാക്കാ? വീട്ടിലാർക്കുണ്ട്? ടിക്കി, നീ വന്നുണ്ടോ? അതാരാ ടിക്കി? ജസ്പർ, എന്റെ ചേട്ടൻ. ബെല്ലടിച്ചറിഞ്ഞില്ല. അപ്പൊ അച്ചു, ഞാൻ പോവാണേ. ബൈ. ബൈ ടിക്കി. ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു പപ്പ. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയോ? ഇതെന്നോടാ മിണ്ടാത്തെ? ഉറക്കം വന്നെന്നോ? അതെന്നെ ക്ലാസ്സൊക്കെ അത്ര ബോറായിരുന്നോ? ഇവ മിണ്ടണ രക്ഷയില്ല. വാ, വന്ന് വണ്ടി കയറി വീട്ടിലോട്ട് പോയേക്കാം. അച്ഛോ, നീ പുറകിലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കണ? ഇതാര്? പപ്പയുടെ ചുന്തിരിക്കുട്ടിയാ? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ മോളെ? നല്ലതായിരുന്നു പപ്പ. ഇത് നോക്കിക്കേ, ഇന്ന് ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടു. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. ഫസ്റ്റ് ഡേയിലെ ടെസ്റ്റ് പേപ്പറോ? അതെ പപ്പ, സ്പെല്ലിംഗ് ടെസ്റ്റ് ആയിരുന്നു. സിമ്പിൾ വേർഡ്സ് ആയിരുന്നു. എനിക്കും ബൊമ്മയ്ക്കും മാത്രമേ ഫുള്ള് കിട്ടിയുള്ളൂ. ഗുഡ് ഗേൾ. പിന്നെ മമ്മി എന്താ ചക്കരെ? മമ്മി കിച്ചണിലാ. പപ്പയുടെ ഫേവറേറ്റ് മാങ്ങാക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ചു, യൂണിഫോം ഒക്കെ മാറ്. മമ്മ ഇന്ന് നമ്മൾ എവിടെ പോണെന്ന് പറഞ്ഞായിരുന്നു. എവിടെയാ? മമ്മിയോട് പോയി ചോദിക്കും. അതെന്താണ് നിനക്ക് പറഞ്ഞ? പറയാൻ മനസ്സിലാത്തോണ്ട്. നീ എന്നോട് തിരിച്ചു പറയുന്നു. നിന്നെ ഞാൻ പട്ടി നിന്നെ ഉണ്ടല്ലോ ഞാൻ. എന്റെ സാറക്കൊച്ചേ, എന്റെ ജോണിച്ചായ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞല്ല. ഞാൻ എന്റെ മുത്തിനെ പേടിപ്പിക്കുവോ? എന്തു പറ്റി? ഇന്ന് നല്ല മൂഡിലാണല്ലോ. പിന്നെ എന്റെ മുത്ത് എന്റെ ഫേവറേറ്റ് കറി ഉണ്ടാക്കും. ഞാൻ മൂഡിലല്ലാണ്ടിരിക്കുവോ? അച്ചടാ, ഇതെങ്ങനെ അറിഞ്ഞ്? അന്നമോള് വന്ന് പറഞ്ഞേ നീ എന്റെ ഫേവറേറ്റ് മാങ്ങക്കറി ഉണ്ടാക്കുവാണെന്ന്. മാങ്ങാക്കറി അല്ല, മാമ്പഴ പുളിശ്ശേരി. ഇറ്റ്സ് എന്റെ നൊസ്റ്റ ഫുഡ്. അത് നീ എങ്ങനെ അറിഞ്ഞ? മാമ്പഴ പുളിശ്ശേരിയാ എന്റെ നൊസ്റ്റ ഫുഡ്? അതൊക്കെ ഞാൻ അറിഞ്ഞ്. സർവ്വ അറിയ സാറയ്ക്ക്. ഓഹോ, എനിക്ക് എന്റെ സർവ്വ അറിയാവുന്ന സാറക്കുഞ്ഞിങ്ങോട്ട് വന്നേ. ഇതെന്താ അച്ചായ ഇവിടെ വെച്ചോ? അതിന് ഇവിടെ എന്താ കുഴപ്പം? മൂട് പോയി ചെന്ന് നോക്ക്.
ആ കുറിപ്പുകൾ എന്തോ ഒപ്പിച്ചത്. ഈ പിള്ളേർക്ക് കിടന്ന് കീഴാങ്ങേണ്ട സമയം നിങ്ങളെന്റെ കൈ കിട്ടേ ഉണ്ടല്ലോ. എന്തുവന്ന് നിങ്ങൾ രണ്ടും? എന്തോ പ്രശ്നം? ഇത് കണ്ട സാറാമ്മി, ഈ അച്ഛന്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കി നിക്കി. ഇത് ശരിക്കും മേടിച്ചു. അച്ചു, നീ വന്നപ്പോഴേ തുടങ്ങിയോ? ഇല്ല മമ്മി, ഈ അന്ന നുണ പറയണയാ. നോക്കിക്കേ, അവളെ എന്നെ കടിച്ച. എന്ത് അച്ചു, നീ എന്റെ കുഞ്ഞു വാവയാണോ? നിനക്ക് 7 വയസ്സായില്ലേ, എന്നിട്ടാണോ? അത് ഞാനല്ല മമ്മി. നീ ഒന്നും പറയണ്ട. എന്ത് കഷ്ടായത്. അല്ലേലും അങ്ങനെയാ. മമ്മിക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. മമ്മിക്കും പപ്പയ്ക്കും അന്നേനെയല്ല ഇഷ്ടം. ആനടാ, ഞങ്ങൾക്ക് അന്നേനെ ഇഷ്ടം. ഇതേ ചെറുക്ക, ഇനി ഇങ്ങനെ വല്ലതും പറയണേ ഞാൻ നിന്റെ ചന്ത തല്ലി പൊട്ടിക്കുവേ. ഇനി രണ്ടും കൂടെ വല്ല അലമ്പം ഉണ്ടാക്കിയുണ്ടല്ലോ, എന്റെ തനി ഗുണം നിങ്ങൾ അറിയും കേട്ടോ. മമ്മിയുടെ ശരിക്കും മേടിച്ച കുട്ടിയല്ലേ. വിളിക്കണടി കുട്ടിക്കുശാശെ. നിന്നെ ഉണ്ടല്ലോ ഞാൻ അവൾ ഓരോന്നും ഒപ്പിച്ചു കൂട്ടിട്ട് നിക്കണം. അച്ചോ, ഒന്നുമില്ല മമ്മി, ഞാനും തന്നെ ഇതേ ചുമ്മയോട് കളിക്കുകയായിരുന്നു. പ്രശ്നമൊന്നുമില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. അന്വേഷണം അതുപോലെ ഈ കണ്ണികളിലേക്കൊക്കെ എത്താനുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പപ്പേ, ഇന്ന് നമ്മൾ എവിടെയാ പോണേ? എവിടെയാ പോണേന്നോ? അത് എന്റെ മോള് പറഞ്ഞല്ലോ ഇന്ന് എവിടെയാ പോവാന്ന്. ഓ, അത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. അതിന് നിങ്ങളെ കൊണ്ടുപോകുന്ന ആരാ പറഞ്ഞ? കൊണ്ടുപോവില്ലേ? നിങ്ങൾ എന്തിനാ വന്ന? അപ്പുറത്തെ മെനിച്ചനെ നിങ്ങൾ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഞാനും സാറേം കൂടെ പോവാ. അതില്ലേ പപ്പേ, നമുക്ക് ഫ്രണ്ടിന്റെ വീട്ടില് എന്നെ കൊണ്ടുപോയിട്ട് ഈ അച്ഛനെ വീട്ടിലിടാം. അതെന്നാടി, എന്നെ എന്താ അവിടെ കൊടുത്ത് വാങ്ങിയാണോ വെറുതെ വീട്ടിലിടാൻ? പിന്നെ അവിടെ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നിങ്ങൾ നല്ല നോക്കി എടുക്കില്ലായിരുന്നോ? അല്ല തന്നെ പപ്പേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ അച്ചൂസേ. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോവാം. ഓക്കെ? പപ്പയുടെ അപ്പുറത്തുള്ള സീറ്റ് എനിക്ക്. അച്ചു, അതില് വെള്ളം കേറി ഇരിക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അതിന് കാറിലാ പോണെന്ന് ആര് പറഞ്ഞു? കാറിലല്ലേ, പിന്നെ എങ്ങനെ പോകാനോ? നടന്ന്. ദൂരം ഉണ്ടാകില്ലേ? നീ അടുത്ത് വരെ പോകാനോ? നടന്നു പോകാവുന്നേ ഉള്ളൂ. അയ്യേ, അന്നെ കൊണ്ട് ചമ്മിപ്പോയേ. മിണ്ടി പകല്. ആ അച്ചു, നിനക്ക് അവളുടെ നല്ല കിട്ടിയല്ല. ഇനി വാ പോകാം. ആരാ അത്? ഹായ്, സേവിയർ എന്തേ? ഞാൻ അവന്റെ ഫ്രണ്ടാ. ഓ, ഇച്ചാന്റെ ഫ്രണ്ട്സ് ആണോ? നിങ്ങൾ അകത്തോട്ട് വാ, ഞാൻ ഇച്ചാനെ വിളിക്കാം. ഇച്ചായ, നിങ്ങൾ അകത്തേക്കിരി. ആരാ ജാൻസി വന്നാ? ഏയ് സേവിച്ചാ, ലോങ് ടൈം നോ സീ. എത്ര നാളായടോ. ജോണി, ഇതിപ്പോ വന്ന്. സാറേം പിള്ളേരുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കി. ജാൻസി, നീ പോയി ചായ ഇട്ടെ. എന്റെ സേവി, നീ ഒന്ന് അടങ്ങ്. എങ്ങനെ അടങ്ങാനാ? എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്ന. നീ എപ്പോഴാ നാട്ടിലേക്ക് വന്ന? ഒരാഴ്ച ആകാറായി. ഓ ജാൻസി, നിനക്ക് ഇവരെ അറിയില്ലല്ലോ. ഇതാണ് എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ജോണി. പിന്നെ അവന്റെ വൈഫ് സാറ, ആൻഡ് ഇതാണ് അവന്റെ പിള്ളേര്. പിള്ളേരുടെ പേര് എനിക്കറിയില്ല. ആഡം, അന്നയും. ഇവരെത്രല്ല? അച്ചുമോൻ 2-ലും അന്നമോള് LKG-ലും. ഓ, എന്റെ ആളേതും 2-ലാ. ടെസ മൂത്തത് 3-ല്. ഇവിടെ സെന്റ് ആൻസ് തന്നെയല്ലേ പഠിക്കണേ? ആ അതെ. അച്ചു, നിനക്ക് ടെസ്സെന്ന് അറിയാവോ? അറിയാം പപ്പ. ആ, എനിക്ക് പിള്ളേര് പോയി കളിച്ചു അവരുമായിട്ട്. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാല്ലേ? ജാൻസു, പിള്ളേരെ അവരുടെ മുറി കാണിച്ചു കൊടുത്തേ. അവരെ റൂമിലുണ്ടേ, നിങ്ങൾ പോയി കളിച്ചോട്ടോ. പോകാറാകുമ്പോ ആന്റി വിളിക്കാവേ. അല്ല അച്ചു, നീ എന്താ ഇവിടെ? ടേൺസ് ഔട്ട് നമ്മുടെ പപ്പാസ് ബെസ്റ്റ് ഫ്രണ്ട്സാ. വാവ്, പിന്നെ ഇത് നിന്റെ അനിയത്തിയാ? പേരെന്താ? അന്ന. ആള് നാണക്കാരിയാ? ഏയ്, ഒരു നാണമില്ല താള. പോടാ. നിങ്ങൾ അകത്തേക്ക് വാ. ജാസിയെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ചു. ഹായ് മമ്മി, ഈ അച്ചുവിനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ജാസിയായിട്ടിനെ വീട്ടിൽ കൊണ്ടുപോയാലോ? എനിക്ക് ജാസിയായിട്ടിനെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ചേടാ, ഇങ്ങ് വന്നേ. ജാസിയായിട്ടെന്നെ ചക്കര കുട്ടി. അന്നമോള് പറഞ്ഞ ശരിയാ ജാൻസമ്മി. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? ടിക്കിനേക്കാ നല്ലതാ അന്നമോള്. ശരി ശരി മക്കളെ, വന്നേ. ടിക്കി, ജാസി, പിള്ളേരെ കൊണ്ട് പിന്നെ ഒരു ദിവസം വരാവേ. ബൈ. ടാറ്റാ. നാളുകൾ മാറി മറിഞ്ഞു. ഇത് അവർക്ക് എല്ലാവർക്കും ഒരു പതിവായി. സ്കൂൾ കഴിഞ്ഞ് നേരെ ടിക്കിയുടെ വീട്ടിലേക്ക് അവരെല്ലാ ദിവസവും ഹാങ് ഔട്ട് ചെയ്തു. ബട്ട് ഏറ്റവും കൂടുതൽ ബോണ്ട്
ടിക്കിയും അച്ചുവും തമ്മിലായിരുന്നു. ഒരു വർഷക്കാലം ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ഇപ്പോൾ ഇത് വെക്കേഷനാണ്. ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അച്ചു അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ആൻഡ് അവൻ കരയുകയുമാണ്. അവൻ കരയണ കണ്ടതും ടിക്കി അവന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ അച്ചു, എന്ത് പറ്റി? എന്താ നീ കരയണേ? ഞങ്ങൾ തിരിച്ചു പോവാ ടിക്കി. എന്ത്? നിങ്ങളെ തിരിച്ചു പോകില്ലെന്നല്ലേ പറഞ്ഞ? പപ്പ അങ്ങനെ ആയിരുന്നു പറഞ്ഞ, പക്ഷെ ഇന്ന് രാവിലെ പറഞ്ഞ ഞങ്ങള് തിരിച്ചു പോവാന്ന്. ഹേ, എന്തു പറ്റി ടിക്കി? അച്ചു എന്താ കരയണേ? എന്നെ പറ്റിയേ? ജാസി, ഇവരിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുവാന്ന്. അതെന്താ തിരിച്ചു പോണില്ലെന്നല്ലേ പറഞ്ഞ? എന്താന്ന് അറിയത്തില്ല ജാസി. അപ്പൊ അന്ന മോള് അവളെന്തേ? അവളോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോ രാത്രിയിൽ അവൾ ഉറങ്ങുമ്പോ പോകാനായിരിക്കും. അവൾക്ക് ശരിക്കും സങ്കടാവത്തില്ലായിരിക്കോ? ഏയ്, നിങ്ങള് കരയാതെ. നിങ്ങളോട് കരയണ കാണുമ്പോ എനിക്ക് ശരിക്കും സങ്കടം വരുവേ. തിരിച്ചു വരത്തില്ലേ? അതുകൊണ്ട് കരയാതെ. നീ അവിടെ നിന്നെ ഇന്ന ഈ പാവക്കുട്ടി വെച്ചോ. ഞങ്ങളെ മിസ് ചെയ്യുമ്പോ നീ ഇതിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചാ മതി. എന്നെ കരയിപ്പിക്കാതെ. പിന്നുണ്ടല്ലോ, നിങ്ങളെന്നെ മറക്കത്തൊന്നും ഇല്ലല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഉറപ്പായും ഇവിടെ തിരിച്ചു വരും. ഉറപ്പായും. പോയിട്ട് വരാവേ.